മലയാളികളുടെ മനസ്സിലെ അർത്ഥദീർഘമായ ആ ദ്വയാക്ഷരം കാലം കവിഞ്ഞു. മലയാളത്തിന്റെ അതുല്യ പ്രതിഭ MT വാസുദേവൻ നായർ വിടവാങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് മരണം സംഭവിച്ചത്. ഹൃദ്രോഗം, ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 11 ദിവസമായി MT വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. അക്ഷരങ്ങളുടെ കടലാണ് മലയാളിക്ക് MT വാസുദേവൻ നായർ. കുറച്ച് വായിക്കുന്നവരും ഒരുപാട് വായിക്കുന്നവരും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ള കഥാകാരൻ. മമ്മൂട്ടി എന്ന നടനെ അഭിനയത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തിയ കഥാപാത്രങ്ങളിൽ അധികവും പിറന്ന തൂലികയായിരുന്നു MT വാസുദേവൻ നായരുടേത്. ദേശീയ അവാർഡിന്റെ തിളക്കം എന്നതിനപ്പുറം പലകാലം പിന്നിട്ടിട്ടും ഓരോ കഥാപാത്രങ്ങളും ഒരു നോവായി, ഒരു വിങ്ങലായി മലയാളി സിനിമ ആസ്വാദകരുടെ നെഞ്ചിൽ ചരിത്ര പ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. മമ്മൂട്ടിയും MTയും ഒന്നിച്ച ആദ്യ ചിത്രമായ ദൈവലോകം പാതി വഴിയിൽ നിലച്ചുപോയെങ്കിലും ആ ബന്ധം മരണം വരെ നിർബാധം തുടർന്നു. ദൈവലോകത്തിന് മുമ്പിന് അനുഭവങ്ങൾ, പാളിച്ചകൾ, കാലചക്രം തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടി ജൂനിയർ ആർട്ടിസ്റ്റായി വേഷമിട്ടിരുന്നുവെങ്കിലും ആദ്യമായി ഒരു പ്രധാന കഥാപാത്രം മമ്മൂട്ടിക്ക് നൽകിയത് MTയാണ്. മമ്മൂട്ടി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ MTയെ പരിചയപ്പെടുകയും തന്റെ സിനിമാ മോഹം അദ്ദേഹത്തെ അറിയിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ദൈവലോകത്തിലേക്ക് മമ്മൂട്ടിയെ ക്ഷണിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ചിത്രം പൂർത്തിയായില്ല. ദൈവലോകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന പടം ഒരുക്കിയപ്പോൾ മമ്മൂട്ടിക്കായി ഒരു പ്രധാനപ്പെട്ട വേഷം തന്നെ MT ഒരുക്കി വെച്ചു. പിന്നീട് തൃഷ്ണ, അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങി ഒരു വടക്കൻ വീരഗാഥയും ഉത്തരവും ഇന്ത്യയും അടക്കം എണ്ണം പറഞ്ഞ MT തിരക്കഥകളിൽ മമ്മൂട്ടി മലയാളികൾക്ക് മുമ്പിൽ നിറഞ്ഞാടി. മമ്മൂട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും MTയുടെ കയ്യൊപ്പ് പതുങ്ങിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മമ്മൂട്ടി ആദ്യമായി തനിച്ചു നായക വേഷം ചെയ്ത ചിത്രം തൃഷ്ണയായിരുന്നു. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരം ലഭിച്ചതാകട്ടെ IV ശശി, MT വാസുദേവൻ നായർ കൂട്ടുകെട്ടിൽ പിറന്ന അടിയൊഴുക്കുകളിലെ പ്രകടനത്തിനും. വടക്കൻ വീരഗാഥയിലൂടെ രണ്ടാമതും സംസ്ഥാന അവാർഡും ആദ്യത്തെ ദേശീയ പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയെത്തി. സുഹൃതം, അക്ഷരങ്ങൾ തുടങ്ങി തന്റെ തന്നെ ആത്മാംശം ഉൾക്കൊള്ളുന്ന 2 സിനിമകളിലും MTക്ക് മമ്മൂട്ടിയല്ലാതെ മറ്റൊരു നായകനെ സങ്കല്പിക്കാൻ സാധിച്ചില്ല. വടക്കൻ വീരഗാഥയും പരശുരാജയും അടക്കം പീരീഡ് കഥാപാത്രങ്ങൾ പാളിച്ചകളില്ലാതെ കൈയടക്കത്തോടെ ചെയ്യാൻ മമ്മൂട്ടിയെ പ്രാപ്തമാക്കിയത് MT എന്ന അതികായകന്റെ തിരക്കഥയുടെ പിൻബലമാണെന്നതിൽ സംശയമില്ല.